ടിഡിപിയും ജെഡിയുവും വഖഫ് ബില്ലിനെ പിന്തുണച്ചു. വഖഫ് ബോർഡിൽ അംഗങ്ങളെ നിയമിക്കാനും അവകാശം സംസ്ഥാന സർക്കാരിന് നൽകണമെന്ന് ടിഡിപിയുടെ കൃഷ്ണപ്രസാദ് തേനറ്റി ആവശ്യപ്പെട്ടു. ബിൽ അവതരിപ്പിച്ചതിന് മോദിയെ ജെഡിയു പ്രശംസിച്ചു. പി ബസന്ത് വിവരങ്ങളുമായി ചേരുകയാണ്. ബസന്ത്, വഖഫിൽ ലോക്സഭയിൽ ചർച്ച എങ്ങനെ പുരോഗമിക്കുന്നു? ഏതൊക്കെ കക്ഷികളാണ് നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്? മാധു, ചർച്ച ഇപ്പോൾ പുരോഗമിക്കുന്നു. പക്ഷേ അതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളത് ഇപ്പോൾ എൻ ഡി എയുടെ തന്നെ ഘടകകക്ഷികളായ ടിഡിപിയും ജെഡിയുവും വഖഫ് ബില്ലിനെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചതോടെ ബില്ല് പാസ്സാകും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. ജെ ഡി യുവിൻ്റെ കാര്യത്തിലൊക്കെ ചില ചർച്ചകൾ, ചില റിപ്പോർട്ടുകളൊക്കെ ജെ ഡി യുവിന് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ ബീഹാറിൽ മതേതര വോട്ടുകളുടെ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെയുള്ള തരത്തിലുള്ള വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ വളരെ കൃത്യമായി തന്നെ രാജീവ് രഞ്ജൻ സിംഗ്, അതായത് ജെ ഡി യുവിൻ്റെ മന്ത്രി, സഭയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ബില്ലിനെ ഞങ്ങൾ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു എന്നാണ്. മാത്രമല്ല, മോദിയെ പ്രശംസ കൊണ്ട് മൂടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മോദിയുടെ മുഖം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നെങ്കിൽ ഇത്തരത്തിലൊരു പ്രതിഷേധത്തിൻ്റെ ആവശ്യമില്ല. മോദി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നിങ്ങൾ അംഗീകരിക്കണം, ന്യൂനപക്ഷ ക്ഷേമത്തിനായിട്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് തുടങ്ങിയ തരത്തിലുള്ള മോദിയെ പ്രശംസ കൊണ്ട് മൂടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ടി ഡി പിയുടെ കാര്യത്തിൽ അവരാകെ ചന്ദ്രബാബു നായിഡു ആന്ധ്രാപ്രദേശിൽ നടത്തിയിട്ടുള്ള ന്യൂനപക്ഷ ക്ഷേമ പ്രവർത്തനങ്ങൾ വിവരിക്കുകയും അതൊക്കെ കൊണ്ട് തന്നെ ഞങ്ങൾ ഈ ബില്ലിനെ പിന്തുണയ്ക്കുന്നു എന്നാണ് ടി ഡി പിക്ക് വേണ്ടി കൃഷ്ണപ്രസാദ് തെന്നേറ്റി അവകാശപ്പെട്ടത്. മാത്രമല്ല, വഖഫ് ബോർഡിലേക്ക്, അതായത് സംസ്ഥാന വഖഫ് ബോർഡുകളിലേക്ക് അംഗങ്ങളെ നിയമിക്കുന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാരുകൾക്ക് കുറച്ചുകൂടി സ്വാതന്ത്ര്യം വേണം എന്നുള്ളൊരു നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. ഏതായാലും ടി ഡി പിയും ജെ ഡി യുവും കൂടി ബില്ലിനെ പിന്തുണച്ച കാര്യത്തിൽ എൻ ഡി എ ഒറ്റക്കെട്ടായി തന്നെ ഈ ബില്ലിന് അനുകൂലമായി അണിനിരക്കുന്ന ഒരു കാഴ്ചയാണ്. അങ്ങനെയാണെങ്കിൽ ഏകദേശം 297 വോട്ടുകൾ വരെ ഈ ബില്ലിന് അനുകൂലമായി ലഭിക്കാനുള്ള സാധ്യതയാണുള്ളത്. ഇന്ത്യ സഖ്യവും സമാനമായ തരത്തിൽ തന്നെ കോൺഗ്രസ് വളരെ ശക്തമായി തന്നെ ബില്ലിനെ എതിർക്കുന്ന ഒരു കാഴ്ചയാണുള്ളത്. ഗൗരവ് ഗൊഗോയ് ഒരുപക്ഷെ ഏറ്റവും മികച്ച പ്രസംഗങ്ങൾ ഒന്നായിരുന്നു പ്രതിപക്ഷ നിരയിൽ നിന്നും കോൺഗ്രസിൻ്റെ ഗൗരവ് ഗൊഗോയുടേത്. അദ്ദേഹം കടുത്ത ഭാഷയിലാണ് ഈ ബില്ലിനെ വിമർശിച്ചത്. മാത്രമല്ല, ബില്ലിൽ പുതിയതായി എന്താണ് ഉള്ളത് എന്നുള്ളതും അദ്ദേഹം ചോദിച്ചു. പഴയ ബില്ലിലെ വ്യവസ്ഥകളൊക്കെ തന്നെയാണ് പുതിയ ബില്ലിൽ നിങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, പക്ഷേ ഇതൊക്കെ പുതിയത് എന്നുള്ള തരത്തിൽ ചില പ്രചരണങ്ങൾ നിങ്ങൾ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഇതിലൊരു ആയുധമായി നിങ്ങൾക്ക് പറയാൻ കഴിയുന്നത്. രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ഇന്ന് സഭയിൽ സന്നിഹിതനായിരുന്നു. അദ്ദേഹം ചർച്ച തുടങ്ങി കഴിച്ചതിന് ശേഷമാണ് എത്തിയതെങ്കിലും രാഹുൽ ഗാന്ധി സഭയിൽ ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ സംസാരിക്കുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. രാത്രി 8 മണിയോടുകൂടി ചർച്ച അവസാനിക്കും. അതിനുശേഷം വകുപ്പ് തിരിച്ച് ബില്ലിൻ്റെ വോട്ടിംഗ് നടക്കും. അതിനുശേഷമാണ് ബില്ല് പാസ്സാക്കുന്നത്.